ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 4-5 സവാള ഇട്ടിട്ടുണ്ട്. ചെറിയ 4-5 സവാള. അത് നന്നായി വഴണ്ട് വന്നപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, കാരണം അത് ഇടുമ്പോൾ പെട്ടെന്ന് അടുക്ക് പിടിക്കും. അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് വഴലിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. തക്കാളി നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഇത്തിരി വലിയ ജീരകം കൂടി അതിൻ്റെ കൂടെ ഇട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരിത്തിരി. ഓക്കെ, നന്നായിട്ട് ഇളക്കുക. അപ്പം ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒരു പച്ചമണം മാറുമ്പോഴേക്കും അപ്പം മാറിയിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ നമ്മളിപ്പം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, മുളക് പൊടി 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇതൊരു എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു മണക്ക പോകുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി ഇതായിട്ടുണ്ടല്ലോ, ഒന്ന് മുളക് പൊടികളൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കഴുകി വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നോക്കിയിട്ട് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും. ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു, ഉപ്പിട്ട് കൊടുത്തു. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് 4-5